ഖത്തറിൽ സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെ ഇറാനെതിരെ വ്യോമാക്രമണവുമായി യുഎസ്. തെക്കൻ നഗരമായ ബന്ദർ അബ്ബാസിലും ഹോർമൂസ് കടലിടുക്കിലെ വിവിധ മേഖലകളിലും സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ടുണ്ട്. സ്വയം പ്രതിരോധമെന്ന നിലയിലായിരുന്നു ആക്രമണമെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇത് സമാധാന ചർച്ചകളെ ഏതെങ്കിലും രീതിയിൽ വിപരീതമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, ഇതുവരെ ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ ആക്രമണത്തെ സംബന്ധിച്ച് വന്നിട്ടില്ല. എന്തായാലും ഇറാനെ തീർത്തും പ്രകോപിപ്പിക്കുന്ന ഒരു നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ആക്രമണങ്ങൾ നടന്നത്. ഇറാന്റെ തെക്കൻ മേഖലയായിട്ടുള്ള ഒരു തുറമുഖ നഗരത്തിലും അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്കിലുള്ള ചില മേഖലകളിലുമായിരുന്നു ഇത്തരം ഒരു ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ ചില മിസൈൽ വിക്ഷേപണ മേഖലകൾ നശിച്ചിട്ടുണ്ട് എന്നാണ് വിവരമുള്ളത്. അതുപോലെ ഇറാന്റെ ചില സീ മൈനുകളും ഈ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഇത് കാരണം മറ്റെന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പല ഭാഗങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് ഇറാനിലെ തദ്ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന ഒരു തുറമുഖ നഗരത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഈ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഈ സമാധാന ചർച്ചകളെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ഈ എബ്രഹാം അക്കോർഡ്സുമായി ബന്ധപ്പെട്ടാണ് ട്രംപിന്റെ ഒരു പരാമർശം. നമുക്കറിയാം, ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം 2020 ഈ എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു നിബന്ധന കൊണ്ടുവന്നത്. ഇത് കാരണം ഈയൊരു ഉടമ്പടി പ്രകാരം പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിലുള്ള ബന്ധം അത് കുറച്ചുകൂടി സുഗമമാക്കുകയായിരുന്നു ഈ ഒരു ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം. ഇതുവരെ UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ, അതുപോലെ കസാഖിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളായിരുന്നു എബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ഈ രാജ്യങ്ങൾക്ക് പുറമെ മറ്റ് രാജ്യങ്ങളെ കൂടി, അതായത് ഇറാൻ ഉൾപ്പെടെ സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ അടക്കമുള്ള ചില രാജ്യങ്ങളെ കൂടി ഈ എബ്രഹാം അക്കോർഡ്സിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനാണ് ട്രംപ് പുതിയൊരു നിബന്ധന കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ട്രംപ് ഇപ്പോൾ ഏറ്റവും പുതുതായി പറയുന്നത് ഈ കുറച്ചുകൂടി പുതിയ രാജ്യങ്ങൾ, പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങൾ കൂടി എത്രയും വേഗം എബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമാകണം, ഇതിലൂടെ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം സുഗമമാക്കണം എന്നതാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ, UAE, ഖത്തർ, അതുപോലെ പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ അധികാരികളുമായി സംസാരിച്ചതായിട്ടും ട്രംപ് തന്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരമൊരു കാര്യത്തിന് ഇറാൻ സമ്മതിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. ഇത് ഈ സമാധാന ചർച്ചകളെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനും സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ എബ്രഹാം അക്കോർഡ്സ് നിലനിൽക്കെയാണ് ഈ UAE-യിലേക്ക് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നത്. അപ്പോൾ UAE അടക്കം വലിയ രീതിയിലുള്ള അതൃപ്തിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം UAE-യിലേക്ക് വളരെയധികം ആക്രമണങ്ങൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടും അമേരിക്കയാണെങ്കിലും ഇസ്രായേലുമാണെങ്കിലും വേണ്ട തരത്തിൽ അതിനെതിരെ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ഇറാനെതിരെ ഒരു പ്രതിരോധം തീർത്തില്ല എന്നുള്ള ഒരു കടുത്ത അതൃപ്തി UAE അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ തന്നെ എബ്രഹാം അക്കോർഡ്സിലുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ഒരു നല്ല ബന്ധം പുലർത്തുകയും അതുപോലെ എബ്രഹാം അക്കോർഡ്സിൽ ഇല്ലാത്ത രാജ്യങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയുമാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് കാണാനാകും. പക്ഷേ പശ്ചിമേഷ്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമുണ്ട്, അതുപോലെ അവരുമായിട്ട് നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളുമുണ്ട്. മാത്രമല്ല, ഇസ്രായേലുമായി ഇത്ര വേഗം ഒരു നല്ല തരത്തിലുള്ള ബന്ധം മുന്നോട്ട് പോകാൻ അത് ഇറാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പല കാര്യത്തിലും അവർക്കിപ്പോഴും അഭിപ്രായ ഭിന്നതകളുണ്ട്. ലബനിലേക്ക് ഇപ്പോഴും തുടരുന്ന ആക്രമണത്തിൽ കടുത്ത അതൃപ്തി ഇറാനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കെ എബ്രഹാം അക്കോർഡ്സിൽ ഒരിക്കലും ഇറാൻ വരാൻ സാധ്യതയില്ല. അപ്പോൾ ട്രംപ് ഇപ്പോൾ പുതുതായി മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരമൊരാവശ്യം അത് തീർച്ചയായിട്ടും ഈ സമാധാന നീക്കങ്ങളെ എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ഈ ചർച്ചകളിൽ വലിയൊരു പുരോഗതി ഉണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയും അധികം വൈകാതെ തന്നെ ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷയെന്ന് മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം അദ്ദേഹം ന്യൂഡൽഹിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റു കാര്യങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്നാൽ ഈ സമാധാന
ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറാൻ പറയുന്നത് തീർച്ചയായിട്ടും സമാധാന ചർച്ചകളിൽ പുരോഗതിയുണ്ട്, പക്ഷേ ഒരു കരാർ എത്രയും വേഗം ആകും എന്നതിനെ സംബന്ധിച്ച് സൂചനയില്ല. ഇത് കുറച്ചുകൂടി സമയം മുന്നോട്ട് പോയേക്കാം എന്നാണ് ഇക്കാര്യത്തിലുള്ള ഇറാന്റെ അഭിപ്രായം. എന്തായാലും നിലവിൽ ഈ സമാധാന ചർച്ചകൾ പുരോഗമിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ ആക്രമണം കൂടി ഉണ്ടായത്. ഇറാന്റെ ഭാഗത്തു നിന്ന് നിലവിൽ പ്രത്യാക്രമണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു, നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് ഇറാൻ ഒക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വ്യോമാക്രമണം ഉണ്ടാകുന്നത്. ഇത് സമാധാന ചർച്ചകൾ നിർത്തിവെക്കാൻ ഒരു കാരണമാകുമോ? അതുപോലെ തന്നെ ഒരു പ്രത്യാക്രമണത്തിന് ഇറാൻ മുതിരാനുള്ള ഒരു സാധ്യതയുണ്ടോ? നിലവിൽ അത്തരം ഒരു സംഘർഷ സാധ്യതകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഖത്തറിൽ വെച്ചാണ് പുതിയ ഒരു സമാധാന ചർച്ചകൾ നടക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ്റെ ചില നയതന്ത്ര ഉദ്യോഗസ്ഥരും അതുപോലെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്സിയും ഖത്തറിലെത്തിയിരുന്നു. ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്സി ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയുമായിട്ട് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച ഉൾപ്പെടെ നടത്തി. അതിനുശേഷമാണ് അബ്ബാസ് അരക്സി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ അബ്ബാസ് അരക്സി പറഞ്ഞത് ഇപ്പോൾ നിലവിൽ ഈ ചർച്ചകളിൽ പുരോഗതിയുണ്ട്, ഒരു പുതിയ പല കാര്യങ്ങളും ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് അതിലൊരു പരിഹാരം കാണാനുള്ള പല കാര്യങ്ങളും ഒരു വാക്കാൽ സമ്മതിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഉടമ്പടി, സമാധാന ഉടമ്പടി, അതിലേക്ക് എത്താനാണ് ഒരു കാലതാമസമുള്ളത്. അതും ഉടൻ തന്നെ മുന്നോട്ട് പോകുമ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് അബ്ബാസ് അരക്സി പറഞ്ഞു. പക്ഷേ ട്രംപിൻ്റെ ഭാഗത്ത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഭീഷണി മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. ട്രംപ് ഇപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്രൂ സോഷ്യലിൽ ഇറാൻ വിഷയത്തിൽ 2 പോസ്റ്റ് ഇട്ടിരുന്നു. 2 പോസ്റ്റിലും അദ്ദേഹം എത്രയും വേഗം ഒരു കരാറിൽ എത്തിച്ചേരണം എന്നാണ് ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചേക്കുമെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിന്റെ നിരന്തരമുള്ള ഈ ഭീഷണിയും അതുപോലെ ഈ സമാധാന ഉടമ്പടിയിൽ എത്തിച്ചേരാൻ എബ്രഹാം അക്കോർഡ്സിൽ ഇറാൻ പങ്കാളിയാകണമെന്നും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇതിനോട് സഹകരിക്കണമെന്നുമുള്ള ട്രംപിന്റെ പുതിയ ഉടമ്പടിയും അതിനെ കൂടുതലൊരു പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ്. ട്രംപ് അക്കാര്യത്തിലും ഒരു പുതിയ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒന്നുകിൽ ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ആണവ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് ഈ യുറേനിയം നശിപ്പിച്ചു കളയാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ആരംഭിക്കണം. ഇതാണ് ട്രംപിൻ്റെ പുതിയ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ യുറേനിയം റഷ്യയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ അടക്കം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സൂചിപ്പിച്ചതാണ്. എന്നാൽ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ അമേരിക്ക ഇതിലൂടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഈ യുറേനിയം അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നശിപ്പിച്ചു കളയണം എന്നതാണ് ട്രംപ് പുതുതായി ഒരു ആവശ്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇത് ഇറാൻ എത്രത്തോളം അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ നിലവിൽ നമുക്ക് യാതൊരു വിവരവുമില്ല. ചിലപ്പോൾ അത് പൂർണ്ണമായി ഈ ഒരു ആവശ്യം തള്ളിക്കളയാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സമാധാന ചർച്ചകൾ അത് വീണ്ടും പിന്നോട്ട് പോയേക്കാം. എന്തായാലും ഖത്തറിലുള്ള പുതിയ ഒരു ചർച്ചകൾ, ഇപ്പോൾ അമേരിക്കയും ഈ ചർച്ചകളുടെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി വരും മണിക്കൂറുകളിൽ ഇനി അടുത്ത് കുറച്ചുകൂടി പുരോഗതി ഈ ചർച്ചയിൽ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ളത്. ശരി അജയ്, തുടരുക. ഇറാൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന പുതിയ നിബന്ധനയുമായി എത്തിയിരിക്കുകയാണ് ട്രംപ്. സൗദി, ഖത്തർ, പാകിസ്ഥാൻ അടക്കം രാജ്യങ്ങളെ ഉടമ്പടിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് US പ്രസിഡന്റിന്റെ ആവശ്യം. അതേസമയം ഇസ്രയേലുമായി ഉടമ്പടിയിൽ ഏർപ്പെടാനില്ലെന്ന നിലപാടിൽ